എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്ത തെറ്റ് അംഗീകരിക്കുക എന്നുള്ളത്. അപ്പോൾ വേടൻ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ആളൊരു അഡിക്റ്റാണ്, ഞാൻ ഇനി ഇതിൽ നിന്നും റിക്കവർ ആവാൻ ശ്രമിക്കും എന്നുള്ള ആ ഒരു ബോധ്യം ആളിൽ ഡെവലപ്പ് ചെയ്തു. ആ ഒരു ഇൻസൈറ്റ് ആൾക്കുണ്ട്. അത് തന്നെ റിക്കവറിയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ പലരിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ അതൊരു റിക്കവറി സ്റ്റേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വ്യക്തിക്ക് അത് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഒരു പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വേടൻ്റെ വാക്കുകൾ പോലെ മക്കളെ ചേട്ടൻ നല്ലൊരാളായിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇത് നിർത്തി ഈ ഒരു അഡിക്ഷൻ, ഇതിപ്പോൾ വേടൻ അഡിക്റ്റഡ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ഈ ഒരു യൂസിങ് നിർത്തി നല്ലൊരു വ്യക്തിയായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അത് പെട്ടെന്നായിരിക്കുമോ അതോ ഒരു ലോങ് ടേം പ്രോസസ്സ് ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മിക്ക ആളുകൾക്കും അതൊരു ലോങ് ടേം പ്രോസസ്സായിരിക്കും. കാരണം ഈ ഒരു അഡിക്ഷനിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പനി മാറ്റിയെടുക്കണ പോലെ ഒരു ഇമ്പോർട്ടൻറ്റ്, അത്ര എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ്സല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ലോങ് ടേം പ്രോസസ്സായിരിക്കും. പക്ഷെ ആ ഒരു ലോങ് ടേം പ്രോസസ്സിൽ ക്ഷമയോട് കൂടി സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ആൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം.